ഹലോ, അപ്പം നമുക്ക് കൂന്തൽ നിറച്ചതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 11 കൂന്തൽ ക്ലീനാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുക. പിന്നീട് അതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തക്കാളി നന്നായി ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ. ദെൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കൂന്തലിൻ്റെ വാൽഭാഗം ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കുക. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളെ കല്ലുമ്മക്കായ്ക്ക് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അതാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു 11 കൂന്തൽ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ കൂന്തൽ നോക്കിയെടുക്കുക. നല്ലോണം നമുക്ക് ഫില്ലിങ് നിറക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓള് ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിലാക്കുമ്പോൾ സ്പൂൺ കുറച്ച് വലുതായതുകൊണ്ട് ചെറിയൊരു ഗതിയുണ്ട്. അപ്പോൾ പിന്നെ ഓള് സ്പൂണിൻ്റെ ബേക്ക് വാങ്ങുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫില്ലാക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഓള് പറഞ്ഞ് ഇനി ഞാൻ കൈക്കൊണ്ട് ഫില്ലാക്കിക്കൊണ്ട് അതാണ് എനിക്കൊന്നും കൂടെ എളുപ്പം തോന്നണം കേട്ടോ. അങ്ങനെ ഒന്നേ ഏകദേശം ഫില്ലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ അങ്ങനെ ഫില്ലാക്കണം കേട്ടോ. കൂടുതലായിട്ട് ഫില്ലാക്കുമ്പോൾ പിന്നെ അതത്ര നമുക്ക് മസാല കൂടിപ്പോയാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്താണെങ്കിലും എല്ലാം ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എല്ലാത്തിനും ഈർക്കളി കുത്തി കൊടുക്കട്ടെ. ഇങ്ങനെ എല്ലാ ഈർക്കളി കുത്തിയതിന് ശേഷം നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കൂന്തൽ പിന്നെ പെട്ടെന്ന് വേഗം 5 മിനിറ്റ് മതി. അതിലേറെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഡബ്ബറിൻ്റെ ഒരു ടെക്സ്ചർ വരും. പിന്നെ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റും കൂടെ വേവിച്ചെടുത്താൽ മതി. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം വെന്തതിന് ശേഷം നമുക്ക് ഒരു മസാല ആക്കി എടുക്കണം. ഇതിലേക്ക് ഇത് കോട്ട് ചെയ്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് എല്ലാ കൂന്തലിൻ്റെ മേലെ ഇതിങ്ങനെ പുരട്ടി പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാ കൂന്തലിൻ്റെ മേലെയും പുരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 ഭാഗം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതൽ അവത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് മൂടി വെക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മറ്റു ഭാഗം മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ കൂന്തൽ നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയെടുക്കുക. കല്ലുമ്മക്കായൻ്റെ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഫില്ലിങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ